നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ സമയത്തും ആകും എന്ന് ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ. നോഹയുടെ കാലത്ത് നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറിയിരുന്നപ്പോൾ 7 ദിവസം കഴിഞ്ഞാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, രൂപാന്തരപ്പെട്ട സിംഹങ്ങളും കരടികളും എല്ലാം പെട്ടകത്തിനുള്ളിലേക്ക് അവർ തന്നെത്താനെ കടന്നു വന്നു. നോഹ ചെന്ന് അവർക്ക് എന്തെങ്കിലും ഇറച്ചിയോ അല്ലെങ്കിൽ പച്ചപ്പുല്ലോ കാണിച്ച് അവരെ ആകർഷിച്ച് പെട്ടകത്തിലകത്തേക്ക് കൊണ്ടുവരികയല്ലായിരുന്നു. നോഹ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മൃഗങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തിയിട്ടാണ് അവർ, ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ, അവർ സിംഹത്തെ പോലെയല്ല വരുന്നത്. സിംഹം ആണ് വരുന്നതെങ്കിലും രൂപാന്തരപ്പെട്ട സിംഹം, രൂപാന്തരപ്പെട്ട കരടി, രൂപാന്തരപ്പെട്ട മൃഗങ്ങൾ ഓരോന്നായി കടന്നു വന്നു. അതുപോലെ ഈ ഒടുവിലത്തെ കാലത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്തുകാരുടെ മേൽ അല്ല, എല്ലാവരുടെ മേലും അയക്കുന്നു. യാക്കോബക്കാരായ പ്രിയപ്പെട്ടവരുടെയും കത്തോലിക്കരുടെയും വേർപാടുകാരുടെയും മർത്തോമാക്കാരുടെയും CSI ഉള്ളവരുടെയും അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെ സകല ജഡത്തിന്മേലും ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെടുന്നവരെല്ലാം വേർപെട്ട് ദൈവസഭയിലേക്ക് കടന്നു വരണം, പെട്ടകത്തിലേക്ക് പ്രവേശിക്കണം. ഞാൻ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് രൂപാന്തരപ്പെട്ട, വേറൊന്ന് രൂപാന്തരപ്പെടാത്തവർ. രൂപാന്തരപ്പെട്ടവരെല്ലാം നോഹയുടെ കൂടെ പെട്ടകത്തിനകത്ത്. അതുപോലെ കഴിഞ്ഞ ദിവസം സ്നാനത്തെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും ഇന്നലെ വേർപാടിനെക്കുറിച്ചും നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് കൃപ നൽകി. ദൈവജനം വേർപെട്ടവരായിരിക്കണം. പഴയ നിയമത്തിൽ എങ്ങനെയാണ് വേർപാടിൻ്റെ ഉപദേശം എന്നുള്ളത് അല്പമായി പറഞ്ഞു. അങ്ങനെ നാം വേർപെട്ടവരായിരിക്കുമെങ്കിൽ നമ്മുടെ പിതാവാകുന്ന ദൈവം നമ്മുടെ മധ്യേ നടക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ കെട്ടിയടച്ച തോട്ടമായി ആയിരിക്കണം ദൈവസഭ എന്നുള്ളതും ഞാൻ പ്രത്യേകം കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് രാത്രി ആ പെട്ടകത്തിനകത്തുള്ള വാസം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം. പെട്ടകത്തിനുള്ള വാസം, അതിനുവേണ്ടി വീണ്ടും ഉൽപ്പത്തി പുസ്തകം 7 മുതൽ 10 വരെ വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 7 മുതൽ 10 വരെ. ജെനീസസ് ചാപ്റ്റർ 7 വേഴ്സ് 7 to 10. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. മതി, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ വീണ്ടും നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ സ്തോത്രം. നിൻ്റെ ദാസീദാസന്മാരെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടു വന്നല്ലോ. ഇവിടെ ഇരുന്നു കൊണ്ടും വെളിയിൽ നിന്നുകൊണ്ടും മൈക്കിൽ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിൻ്റെ പ്രിയപ്പെട്ടവർക്കായും നന്ദിയോടെ സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ ശബ്ദം കേൾപ്പാൻ കൃപ നൽകണമേ. ആരുടെയെങ്കിലും ഹൃദയങ്ങൾ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വച്ചിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ അവരുടെ ഹൃദയം തുറക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, നിൻ്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചതുപോലെ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും മക്കളുടെ ഭാര്യമാരും പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു. ആ പെട്ടകം നിർമ്മിച്ച പണിക്കാർ പോലും അതിനകത്ത് പ്രവേശിച്ചില്ല. നോഹയുടെ ബന്ധുക്കളും അതിനകത്ത് പ്രവേശിച്ചില്ല. അതുപോലെ ഓരോ രൂപാന്തരപ്പെട്ട ഓരോ മൃഗങ്ങളുടെ ജോഡിയും അതുപോലെ പക്ഷി പറവുകളെല്ലാം ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പാനിടയായി. നമുക്ക് ആ പെട്ടകത്തിനകത്തേക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഭാവനയിൽ ആ പെട്ടകത്തിലേക്കൊന്ന് നോക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നമുക്ക് ഭാവനയിൽ ആ നോഹയുടെ കാലത്തേക്കൊന്ന് പോകാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്,
നിങ്ങളിപ്പോൾ ഇവിടെ പാലാ ഓഡിറ്റോറിയത്തിലിരിക്കുകയല്ല, നോഹയുടെ പെട്ടകത്തിന് മുൻപിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ, ആ പെട്ടകത്തിനകത്ത് മൃഗങ്ങൾക്കൊക്കെ പ്രത്യേകമായി മൃഗങ്ങളും ഒരു അറകളായിട്ടുണ്ടെങ്കിലും ഓരോ മൃഗത്തിനും ഓരോരോ അറയായില്ലായിരുന്നു. നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ സിംഹത്തിനെ കൂട്ടിനകത്തിട്ടിരിക്കുന്നു, അതുപോലെ പുള്ളിപ്പുലിയെ കൂട്ടിനകത്തിരിക്കുന്നു. അതുപോലെ നോഹയുടെ പെട്ടകത്തിനകത്ത് ഇരുമ്പ് കൂടൊന്നുമില്ല. സിംഹവും ആനയും മൃഗങ്ങളും പാമ്പും എല്ലാം ഒന്നിച്ചു വസിക്കുകയാണ്. നോഹയുടെ പെട്ടകത്തിനകത്ത് അറകളുണ്ടെങ്കിലും ഓരോന്നിനെ അതല്ലേ എല്ലാം സിംഹവും കരടിയും പുലിയും എലിയും പൂച്ചയും എല്ലാം കൂടെ ഒരുപോലെ പാർക്കുകയാണ്. ഒരു മൃഗം വേറൊരു മൃഗത്തെ ഭക്ഷിക്കുന്നില്ല. നോഹ അവർക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ആഹാരമാണ് അവർ ഭക്ഷിക്കുന്നത്. എത്ര നാളാണ് അവർ അതിനകത്ത് ഒന്നിച്ച് പാർത്തത്. അതാണ് വാസ്തവത്തിൽ ദൈവരാജ്യം. കരടി കരടിയുടെ സ്വഭാവം കാണിക്കുന്നില്ല, സിംഹം സിംഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ നോഹയോടുകൂടെ ചേർന്ന് ആനന്ദിച്ചുകൊണ്ട് പോകുകയാണ്. വെളിയിൽ വെള്ളപ്പൊക്ക നിമിത്തം ആളുകൾ വളരെ വാവിട്ട് കരഞ്ഞ് ദുഃഖത്തോടെ കരയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പറയുമ്പോൾ നോഹ പറയുന്നു, യഹോവ വാതിലടച്ചു കളഞ്ഞു. ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തെ അനുഭവമാണ് ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ട അനുഭവം. കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, വലിയവർ ചെറിയവർ എന്നുള്ള ഇതില്ല. സിംഹങ്ങൾ സിംഹങ്ങളെപ്പോലെയല്ല. എലി തീരെ എലിയായി ഒരു കഴിവില്ലാത്ത എലിയെപ്പോലെയല്ല. എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനങ്ങൾ, എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്നത്. അതാണ് ദൈവസഭയാകുന്ന ദൈവരാജ്യം. കർത്താവ് നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിൻ്റെ രാജ്യം വരയണമേ. കൃപയാൽ പെന്തക്കോസ്ത് നാളിൽ ആ പരിശുദ്ധാത്മാവിൽ കൂടെ ആ രാജ്യം സ്ഥാപിക്കപ്പെട്ടു. കൊലോസ്യ ലേഖനം 1:13 വായിച്ചാട്ട്. കൊലോസിയസ് 1:13. കൊലോസ്യ ലേഖനം 1:13 വായിച്ചാട്ട്. കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ദൈവരാജ്യത്തിൽ ആയിരിക്കുകയാണ്. ദൈവരാജ്യത്തിലായിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്. പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളാരെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനനത്തെക്കുറിച്ച് പഠിപ്പിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിൽ കൂടെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ജനനം നടക്കുന്നത്. അപ്പോൾ നാം പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. ഇതിൻ്റെ 4-5 കൂടെ വായിച്ചാട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:4-5 കൂടെ വായിച്ചാട്ട്. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. വെള്ളമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനത്താൽ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ വചനത്താലും ആത്മാവിനാലും ജനിക്കണം, എന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. 1 ദൈവരാജ്യം കാണുക, 2 ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. 3 ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെ വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 5-ന്റെ 19 മുതൽ 21 വരെ. ഗലേഷ്യൻസ് 5:19-21. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടെ പോകുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ആ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യഭിചാരം, മറ്റുള്ള വലിയ പാപങ്ങൾ പറയുന്നതോടു കൂടെ പറയുന്നുണ്ട് വെറുപ്പ്, സ്നേഹമില്ലായ്മ, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യം കാണുക, ദൈവരാജ്യം പ്രവേശിക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. Seeing the kingdom of God, entering into the kingdom of God, inheriting the kingdom of God. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിച്ചെങ്കിൽ മാത്രമേ ആ ദൈവരാജ്യം നമ്മൾക്ക് അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പാലാ ടൗൺ ഹാളിൽ യോഗം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു. അത് തേടി വന്ന് ഇവിടെ ദൂരെ റോഡിനടുത്ത് വന്നപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു സന്തോഷം. ഈ കമ്മ്യൂണിറ്റി ഹാളിനെ തേടിയാണല്ലോ ഞാൻ വന്നത്, ഇതാ എൻ്റെ മുൻപിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അത് കഴിഞ്ഞ് ആ സ്റ്റെയറിൽ കൂടെ കയറി ഇതിവിടെ വന്നു, കസേരകളിലിരുന്നു. അപ്പോൾ കസേരയെല്ലാം ഉണ്ട്, ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുതായ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഈ കമ്മ്യൂണിറ്റി ആൾ കണ്ടിട്ട് ഇത് വളരെ നല്ലൊരു ഹോളാണ്, ഇതെൻ്റെ സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അധികാരികളോട് അതിന് എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ ചിലവാക്കിയോ അത് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇത് കണ്ടത് ഫ്രീ ആയിട്ട് കണ്ടു, പ്രവേശിച്ചതും ഫ്രീ ആയി. നിങ്ങൾക്കിത് അവകാശമാക്കണമെങ്കിൽ മുതൽ മുടക്കി വെക്കുകയുള്ളൂ. അതുപോലെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവരാജ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ സ്വയം ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം ലഭിക്കുകയുള്ളൂ. പണം കൊണ്ട് ഇത് വാങ്ങിക്കാൻ കഴിയുകയില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പണം കൊടുത്ത് ഇത് വാങ്ങിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്വയം ആയിട്ടുള്ളത് ഓരോന്ന് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവരാജ്യം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മിലുള്ള സ്വയപ്രവൃത്തികളെ ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്കുണ്ടാകുള്ളൂ. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റോമാലേഖനം 14:17 വായിച്ചാൽ, റോമാലേഖനം 14:17, റോമൻസ് 14:17, റോമി 14:17. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ സാത്താനുമായി പോരാട്ടം നടക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വെയിലിൻ്റെ ചൂട് ധാരാളമുണ്ട്. എന്നാൽ ഭാരപ്പെട്ടല്ല ഇവിടെ ജീവിക്കേണ്ടത്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. എന്നാൽ പല ദൈവമക്കളെയും കണ്ടാൽ അവർക്ക് നിരാശയും, അത് എങ്ങനെയാണ്,
ഇടുക്കവും ഞെരുക്കമുള്ള വഴിയായതുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ പോകേണ്ടി വരും എന്നാണ് അനേകർ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള സന്തോഷം, ആ നിത്യ സന്തോഷം അനുഭവിച്ചു പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കരഞ്ഞുകൊണ്ടുള്ള ജീവിതമല്ല. ആരെന്ത് പറഞ്ഞാലും എന്തെല്ലാം നമ്മൾക്കെതിരായി വന്നാലും. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 4:4. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടേതായ ക്രൂശ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. കഷ്ടതയാകുന്ന ക്രൂശ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. പലപ്പോഴും നമ്മുടെ പിതാവ് തീച്ചൂളയിൽ കൂടെ നമ്മളെ നടത്തുന്നുണ്ട്. തൻ്റെ കരങ്ങളിൽ വെച്ച് തീച്ചൂളയിൽ കൂടെ നമ്മളെ നടത്തുന്നുണ്ട്. വളരെ വേദനകരമായ പ്രയാസങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ധാരാളമായ കൃപ പ്രാപിച്ചുകൊണ്ട് സന്തോഷത്താലാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. രോഗക്കിടക്കയിലായിരിക്കുമ്പോഴും സന്തോഷത്താൽ നിറഞ്ഞ അവസ്ഥ, പട്ടിണിയിലായിരിക്കുമ്പോഴും സന്തോഷത്താൽ നിറഞ്ഞ അവസ്ഥ, മറ്റുള്ളവർ എതിരായി പറയുമ്പോഴും സന്തോഷത്താൽ. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ വേദന ഏൽക്കുന്ന, നമുക്ക് മുറിവേൽക്കുന്ന സ്വയത്തെ മുഴുവനും വെടിയണം. നമ്മുടെ സ്വയം നമ്മിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ കുത്തുകൊണ്ട് കരച്ചിൽ വരും. 1 തെസ്സലോനി 5:16 വായിച്ചാൽ. 1 തെസ്സലോനി 5:16. 1 തെസ്സലോനി 5:16. പല തെസ്സലോനി 5:14. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒക്കെ സന്തോഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്തു ചെയ്യണം? എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോഴും എന്ത് ചെയ്യുക? സന്തോഷിക്കുക. കർത്താവേ, എൻ്റെ പേഴ്സ് നീ അറിയാതെയല്ല പോയത്. ഇതിൽ കൂടെ നീ ഏതോ എന്നെ ഒന്ന് പഠിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. സന്തോഷിക്കുക. ഞാൻ അനുഭവത്തിൽ ആയതുകൊണ്ടാണ് പറയുന്നത്. എപ്പോഴും സന്തോഷിക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ പേഴ്സ് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു. അത് പറഞ്ഞുകൊണ്ട് പറയട്ടെ. ഞാൻ രാജസ്ഥാൻ ഹൽവറിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. ജമ്മുവിൽ നിന്ന് അവിടെ പോയി പ്രവർത്തിക്കുകയായിരുന്നു. അവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ട്രെയിൻ ടിക്കറ്റ്, ജനറൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പണം മുഴുവനും ആ കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തു, റിസർവ് ടിക്കറ്റല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അൽവറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 1.25 ദിവസത്തിൻ്റെ യാത്രയുണ്ട്. ഒരു രാത്രി പകലും പിന്നെ കുറച്ച് അല്പം മണിക്കൂറൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ചായയ്ക്കും ഒരു നാസ്തായും എന്ന് കഴിക്കാൻ ഒരു 50 രൂപ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ 50 രൂപ പേഴ്സിനകത്ത് വെച്ചിട്ട് ബാക്കി പണം മുഴുവനും ആ കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് അൽവറിൽ നിന്ന് രാത്രിയിൽ ട്രെയിനിൽ കയറി നിന്ന്, വലിയ റഷായിട്ടുള്ള ട്രെയിനിൽ നിന്ന് വന്ന് ഡൽഹിയിലിറങ്ങി. അപ്പോൾ രാവിലെ സമയം, തണുപ്പുള്ള സമയമാണ്. അവർ പ്ലാറ്റ്ഫോമിൽ ചായ വിൽക്കുന്നുണ്ട്. അന്ന് ചായക്ക് 2 രൂപയാണ്, ഇപ്പോഴും 5 രൂപയാണ്. അപ്പം എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മയ്ക്ക് ഞാൻ ചായക്കാരനോട് എനിക്ക് ചായ തരാൻ പറഞ്ഞു. ഞാൻ ചായ കുടിച്ചു. പോക്കറ്റിലോട്ട് കൈയിട്ട് നോക്കിയപ്പോൾ പേഴ്സില്ല. ചായ കുടിച്ചും കഴിഞ്ഞു. 2 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ അവിടെ നിൽക്കുക, വേറൊരു മാർഗവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ വന്ന് ചായ കുടിച്ചു. അദ്ദേഹം എന്നെ 5 രൂപ കൊടുത്തു. 5 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചില്ലറ കൊടുത്തപ്പോൾ 1 രൂപയേ ഉള്ളൂ. ബാക്കി 2 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. 3 രൂപ തിരിച്ചു കൊടുക്കണം. 2 രൂപ ചായ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, നിങ്ങൾ ചായ കുടിച്ചോ? ഞാൻ പറഞ്ഞു, ചായ കുടിച്ചു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചായയുടെ പണം കൂടെ എടുത്തേരെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാനപ്പോൾ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ആ ട്രെയിനിൽ വീണ്ടും എൻ്റെ ടിക്കറ്റ് ഈ പോക്കറ്റിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ടിക്കറ്റ് പേഴ്സ് വെച്ചായിരുന്നെങ്കിൽ അതുമായിരുന്നു. ദൈവം ടിക്കറ്റ് പോക്കറ്റിലായിരുന്നു. ടിക്കറ്റ് ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, ഇനിയും നീ പറഞ്ഞാൽ ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല. ഞാൻ ആ കർത്താവ് പറഞ്ഞതുപോലെ മുഴുവൻ പണവും കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുത്തി ഞാൻ കർത്താവിന് എന്ത് ചെയ്തു? സ്തോത്രം ചെയ്തു, നന്ദിയോടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അനുവദിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്തോത്രം പറയാൻ, സന്തോഷിക്കാനാണ്. എനിക്ക് പിന്നെ നിരാശ വന്നില്ല. ഞാൻ പറഞ്ഞ, അപ്പച്ച, നീ എന്നെ വലയ്ക്കകത്തിട്ട് പിടിച്ചിത് പഠിപ്പിച്ചതിനാൽ നിനക്ക് സ്തോത്രം. ഇനി എന്ത് വന്നാലും എപ്പോഴും നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുവാൻ കർത്താവ്, അങ്ങനെ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പേ, ഞാൻ പറഞ്ഞല്ലോ, എല്ലായ്പ്പോഴും